ഡെലിവറി കെയർ നല്ല പ്രീമിയം ക്വാളിറ്റിയിലെ റിസോർട്ട് ആംബിയൻസിലെ മലപ്പുറത്ത് വേങ്ങരയിൽ നമ്മുടെ വെങ്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. വാ. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളെ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മളെ റൂം സർവീസിലാവുമ്പോൾ 2 BHK റൂംസ് ഉണ്ട്, പിന്നെ പ്രീമിയം വില്ല അങ്ങനെയാണ് വരുന്നത്. അതിൽ 2 BHK ആകുമ്പോൾ ഫുള്ള് AC റൂംസാണ്, 2 റൂംസ് AC റൂംസാണ്, വൈഫൈ, പിന്നെ ഹോള്, കിച്ചൺ, സിറ്റ് ഔട്ട് അങ്ങനെയുള്ള റൂംസാണ് വരുന്നത്. കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ലോണ്ടറി സർവീസ്, അത് പേഷ്യൻ്റ് കൂടാതെ അവർ കൂടെയുള്ള 2 ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അവർ ഫുഡ് വരുന്നുണ്ട്. അവർ ലോണ്ടറി സർവീസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് യോഗ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ ജിമ്മ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈസ്റ്റാൻഡേഴ്സിന് ജിമ്മ് ഇതൊക്കെ നമ്മൾ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ്. പിന്നെ നമ്മളെ സവിശേഷത എന്ന് പറയുന്നത് ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇനി ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ലോണ്ടറി കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനനുസരിച്ചുള്ള പ്രൈസേ ഈടാക്കുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ടേക്ക് വന്ന ആരും നമ്മൾ ഒരു നല്ല ഒരു സന്തോഷത്തിൽ നിന്നാണ് ഇവിടെ പോയിട്ടുള്ളത്. ഫുഡിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴും അതിൽ നമ്മൾ അവർ അഭിരുചിക്ക് അനുസരിച്ചുള്ള, പേഷ്യൻ്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള, ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള, പിന്നെ ഇനി പോസ്റ്റ്നാറ്റൽ ഡിഷസ് ആണെങ്കിലും എങ്ങനെയൊക്കെയാണ് ഒരു പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത് ആ ഒരു ലെവലിലാണ് നമ്മളെല്ലാം കൊടുക്കുന്നത്. പിന്നെ വരുന്നത് നമ്മൾ തെറാപ്പിയാണ്. പഞ്ചകർമ്മ തെറാപ്പിസ്റ്റുമാരാണ് തെറാപ്പി ചെയ്യുന്നത്. അത് കൂടുതൽ വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു സാധാരണ തേച്ച് കുളി എന്നതിലുപരി പഞ്ചകർമ്മ തെറാപ്പി പഠിച്ചിട്ടുള്ളവരാകുമ്പോൾ അതിനനുസരിച്ചുള്ള തെറാപ്പിയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. മോംസ് ആൻഡ് ബേബി കെയർ സർവീസസ് കൂടാതെ വെൽനെസ് കെയർ സർവീസസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെല്ലാം ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ഫുൾ ബോഡി മസാജ് വിത്ത് സ്റ്റീം, കിഴികൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇലക്കിഴി, നാരങ്ങക്കിഴി, മുട്ടക്കിഴി, മണൽക്കിഴി അങ്ങനെയുള്ളത് കൊടുക്കുന്നുണ്ട്. ധാരകളും ഡിഫറെൻറ്റ് ടൈപ്പിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ പിഴിച്ചിൽ, നസ്യം അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സുകളൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പോസ്റ്റ് ഡെലിവറി കെയറിൽ നിങ്ങൾ എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഫുൾ ബോഡി മസാജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫേസ് പാക്ക്, ഹെഡ് മസാജ്, കേശധൂപനം, നസ്യം. പിന്നെ നമ്മൾ അവരെത്ര ദിവസത്തെ പാക്കേജാണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റീം എടുക്കുന്നത്. കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ എന്തെങ്കിലും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നമ്മൾ പേഷ്യൻ്റ് പോകുന്ന ലാസ്റ്റ് ഡേയ്സ് ധാര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഡെയിലി വിസിറ്റിങ്ങിന് ഡോക്ടറുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഷബ്ന മുഹമ്മദ് ആണ്. ഇവിടെ അമാൽ നെസ്റ്റിൽ നിങ്ങൾ എന്തെല്ലാം സർവീസസ് ആണ് കൊടുക്കുന്നത്? ഇതിപ്പോൾ മെയിനായിട്ട് ഒരു പോസ്റ്റ് നേറ്റൽ കെയർ സെൻ്റർ ആണല്ലോ.
അതുപോലെ തന്നെ എൻ്റെ കൂടെ വെൽനസ്സും ഉണ്ട് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പോസ്റ്റ്നേറ്റൽ കെയർ എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ മെയിനായിട്ട് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം ക്ഷേമമാണ് നമ്മളിവിടെ ഉറപ്പാക്കുന്നത് മെയിനായിട്ട്. അതിലിപ്പോൾ പുതിയതായിട്ട് വരുന്ന അമ്മമാരാകുമ്പോൾ നമ്മുടെ മുലയൂട്ടൽ കൗൺസിലിംഗ് മുതൽ തുടങ്ങേണ്ടി വരും. ബാക്കി ബേബി കെയർ, KMC ഇങ്ങനത്തെ കാര്യങ്ങൾ വരും. പിന്നെ അമ്മയ്ക്ക് വേണ്ട പരിചരണങ്ങൾ എങ്ങനെയാണ്, അതെല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ എൻ്റെ ഇവിടുത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട്സ് എടുക്കണം, പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ ഫുള്ള് നോക്കണം. പിന്നെ തെറാപ്പി റൂം വിസിറ്റ് ചെയ്യാനുണ്ട്, ഓരോ മസാജും കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ കിച്ചണിലെ കാര്യങ്ങൾ, ഫുഡും കാര്യങ്ങളും ഇവർക്ക് പോഷകാഹാരങ്ങളൊക്കെ ഉറപ്പ് വരുത്തേണ്ടതും കൂടി എൻ്റെ തൊഴിലാണ്. പിന്നെ ഇവിടുത്തെ മെഡിസിൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുക്കുടി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. അത് കഴിഞ്ഞാൽ പിന്നെ അരിഷ്ടം കൊടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് അരിഷ്ടമാണ് സ്റ്റാർട്ട് ചെയ്യണത്. അതും കഴിഞ്ഞ് പിന്നെ കഷായം, പിന്നെ ലേഹ്യവും കാര്യങ്ങളും. അപ്പം എൻ്റെ കൂടെ മരുന്ന് കൂട്ടുകളുണ്ടാവും, കഞ്ഞിയിലായാലും അങ്ങനെ മരുന്ന് കൂട്ടുകളെല്ലാം ഉണ്ട്. ഓക്കെ, ഡോക്ടർ ഇപ്പോൾ സംസാരിച്ചത് മോംസിന് കൊടുക്കേണ്ട കെയറിനെ കുറിച്ചാണ്. അപ്പോൾ ബേബി കെയർ എന്തെല്ലാം ഉണ്ട് ഇവിടെ? ബേബി കെയർ പറഞ്ഞല്ലോ, വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ വെഹിക്കിളിൽ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ, അവിടെ നിന്ന് കൂട്ടിയിട്ട് വരും. അവിടെ തൊട്ടിട്ട് പിന്നെ നമ്മുടെ കയ്യിലാണ് ഫുള്ള് അവരെ കാര്യങ്ങൾ ഫുള്ള് നോക്കുന്നത്. പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മസാജ്, അതുപോലെ തന്നെ ബാത്ത്, അത് രണ്ടുമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഡെയിലി ചെക്കപ്പും കാര്യങ്ങളും ഉണ്ടാവും. കാരണം മുതിര പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മസാജ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, വീസിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് വെച്ചെങ്കിൽ ഈ മസാജും കുളിയൊക്കെ നിർത്തേണ്ടി വരും. അതുകൊണ്ട് ഡെയിലി കെയർ ഉണ്ട് നമുക്ക്. അധിക സെൻറ്ററുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കിലി അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോൾ ഒരു വിസിറ്റാണ് ഡോക്ടറിൻ്റെ ഉള്ളത്. ഇവിടെ പക്ഷേ ഡെയിലിയാണ് ഡോക്ടറിൻ്റെ വിസിറ്റ്. അത് തന്നെ ബേബീസിന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലൊരു കെയറാണ്. പിന്നെ വന്ന് ചില മോംസൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ആദ്യമായിട്ട് കുട്ടികളുണ്ടായതാണ്. അപ്പോൾ അവർ അതിലേക്ക് ഇങ്ങനെ കയറി വരുന്ന ഒരു കേസാണ്, ഒരു അമ്മ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് കയറി വരുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ട, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുലയൂട്ടൽ കൗൺസിലിംഗ് കൊടുക്കണം. അതിന് ബ്രസ്റ്റ് ഫീഡിങ് അവരെ പഠിപ്പിക്കുക തന്നെ ചെയ്യണം, എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത്. പല ഹോസ്പിറ്റലിലും ഇങ്ങനെ അവിടെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രസവിച്ച് പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോണവർക്ക് അത് കിട്ടണില്ല. അതൊക്കെ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ കങ്കാരു മദർ കെയർ, KMC എന്ന് പറയും. അത് ഈ വെയിറ്റ് കുറവുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ബോഡി ടു ബോഡി ഹീറ്റ് കൊടുത്തുകൊണ്ട് വെയിറ്റ് കൂട്ടാനുള്ള ഒരു മെത്തേഡാണ്. അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലാതെ കൗൺസിലിംഗ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബേബീൻ്റെ കെയറിന് വേണ്ടിയിട്ടുള്ള. പിന്നെ അമ്മയ്ക്കായാലും അതെ, നമ്മൾ ഇതുപോലത്തെ മസാജും കാര്യങ്ങളും എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ഒരു പ്രത്യേക കേസസ് ആണ് ഈ പിന്നെ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയും. അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയില്ലെങ്കിലും ബേബി ബ്ലൂസ് എന്ന് പറഞ്ഞാണ്ട് പുതിയ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് വരുന്ന ഒരു സ്റ്റേജാണത്. ഒരു മൂഡ് സ്വിങ്സ് പോലെ വരും, കുറച്ച് ഒരു ബുദ്ധിമുട്ട്, ആക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. അങ്ങനത്തെ കേസസ് വരുമ്പോഴൊക്കെ ഈ ഡെയിലി കെയർ ശരിക്കും അവർക്ക് നല്ലോണം കിട്ടണം. മോംസ് ആൻഡ് ബേബി കെയർ അല്ലാണ്ട് തന്നെ വെൽനെസ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളെ ഡോക്ടറുടെ കീഴിൽ വരുന്ന പരിചരണങ്ങൾ? മോംസ് ആൻഡ് ബേബി കെയർ മാത്രമല്ല, ഇവിടെ സാധാ ജനങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഡെയിലി സർവീസ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ട് ഇപ്പോൾ നടുവേദന, മുട്ടുവേദന അങ്ങനത്തെ കേസസ് വന്നു കഴിഞ്ഞാലും ഇതെല്ലാം ഇനി ഒരു അസുഖവും ഇല്ലാത്ത ആൾക്കും, അതാണല്ലോ വെൽനെസ് എന്ന് പറയുന്നത്, ഒരു അസുഖവും ഇല്ലാത്ത ആൾക്ക് അവരുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മസാജും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ബേബി കെയർ സ്ഥാപനത്തിലെ ബ്യൂട്ടി കെയർ സർവീസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങളിവിടെ എന്തെല്ലാം സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പെഡിക്യൂർ, മാനിക്യൂർ, ഹെയർ സ്പാ, പിന്നെ മാനിക്യൂർ, നോർമൽ മസാജ്, ഹെന്ന, ബ്ലാക്ക് ഹെന്ന, കളർ ഹെന്ന. സാധാരണ ബ്യൂട്ടി പാർലറിൽ കിട്ടുന്ന എല്ലാ സർവീസസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് ചെയർ മസാജിങ് കൂടെ ഉണ്ട്. ഞാനിപ്പോൾ പെഡിക്യൂർ ചെയ്തുകൊണ്ടിരിക്കുന്നു, കൂടെ തന്നെ മസാജിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ കിച്ചൺ ഏരിയ. ഇവിടെ എന്തെല്ലാം വിഭവങ്ങളാണ് ഇവർ കുക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവരോട് ചോദിക്കാം. ഞങ്ങൾ ഏറ്റവും ഫസ്റ്റ് രാവിലെ പഴവും മുട്ടയാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പാല് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോഷകാഹാരമായിട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ജ്യൂസ് കൊടുക്കും. കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസം ഞങ്ങൾ ഉലുവ ജ്യൂസാണ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ വെറൈറ്റി ജ്യൂസുകളൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോഷകാഹാര കഞ്ഞി കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ 3 ദിവസം കഞ്ഞി കൊടുത്താൽ 3 ദിവസം ചോറ്, തക്കാളി ചോറ്, പിന്നെ തൂമിച്ച ചോറ്, ഉള്ളിച്ചോറ് എന്നൊക്കെ പറഞ്ഞാൽ ചോറ്, അങ്ങനെ വെറൈറ്റി ഒക്കെ കൊടുക്കാറുണ്ട്.
പിന്നെ പിന്നെ ഉച്ചത്തെ ഫുഡ് കഴിഞ്ഞാൽ 3 മണിക്ക് കുറുക്ക്, അത് ചെറുപയർ വേവിച്ചത്, പിന്നെ കിച്ചടി, പിന്നെ അങ്ങനെ ആ പലവിട്ട പല സൈസ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് 4 മണിക്ക് 5 മണിയോട് കൂടി ഞങ്ങൾ ചായ, അതിനൊരു നട്ട്സ് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് രാത്രിക്ക് നൈറ്റ് ഫുഡ് കൊടുക്കാറുണ്ട്. പല സൈസിലും ഒരു ദിവസം ചപ്പാത്തി, 3 ദിവസം ചപ്പാത്തി ആണെച്ചാൽ ഫ്രൈഡ് റൈസ്, അങ്ങനെയുള്ള ഐറ്റം മാറി മാറി കൊടുക്കാറൊക്കെ ഉണ്ട്. ഇവിടുത്തെ സർവീസ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി മെമ്പറുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് അക്ബർ സയ്യിദ്. ഞാൻ ബാങ്കരിൽ നിന്ന് വർക്ക് ചെയ്യും. ബാങ്കരിൽ നിന്ന് വരുന്നു. പിന്നെ എൻ്റെ മകളാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വന്നിട്ട് 15 ദിവസം കഴിഞ്ഞു. ഇതുവരെ കിട്ടിയതിലൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റും മറ്റേ ഫുഡും അക്കോമഡേഷനും എല്ലാം കാര്യവും നല്ല സൂപ്പറാണ്. ഇവിടുത്തെ ആംബിയൻസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹൈജീൻ നല്ലോണം മെയിൻറ്റെയിൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ജിമ്മ്, ലോണ്ട്രി, മിനി മാർട്ട് ഇങ്ങനത്തെ സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എവിടെയും കിട്ടാത്ത ഒരുപാട് സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മോംസിനും ബേബീസിനും മാത്രമല്ല കേട്ടോ, ബൈ സ്റ്റാൻഡേഴ്സിനും എല്ലാ സർവീസും അവൈലബിൾ ആണ്. അപ്പം അമാൽ നെസ്റ്റിൻ്റെ മോംസ് ആൻഡ് ബേബി കെയറും ബ്യൂട്ടി കെയറും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.